ഹലോ, ആദ്യം തന്നെ കണ്ടപ്പോൾ ഇഷ്ടം തോന്നാത്തതും പിന്നീട് എല്ലാവരും കൂടി കഴിക്കുന്നത് കണ്ടപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ എന്ന് വിചാരിച്ചതുമായിട്ടുള്ളൊരു സാധനമാണ് ഞാൻ തയ്യാറാക്കാൻ പോണത്. ബൺ മസ്ക. ആദ്യം തന്നെ നമുക്ക് ഇറാനി ടീ ഉണ്ടാക്കാൻ 2-3 ടീസ്പൂൺ ചായപ്പൊടിയും 2 ഗ്ലാസ് വെള്ളവും പട്ടയും ഏലക്കായും ഇട്ട് നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കി മാറ്റി വയ്ക്കുക. പാലും ഇതുപോലെ നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കി മാറ്റി വയ്ക്കുക. എൻ്റെ അടുത്ത് ബീറ്റർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫില്ലിങ്സ് ഉണ്ടാക്കിയത് മിക്സിയുടെ ചെറിയ ജാറിലാണ്. ബട്ടറും കണ്ടൻസ്ഡ് മിൽക്കും ഒഴിച്ചിട്ട് ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് കറക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ്സ് റെഡിയായി. ഇനി ഈ ഫില്ലിങ്സ് നമ്മുടെ ബട്ടർ നടുകെ മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ തേച്ച് കൊടുക്കുന്നു. അതിൻ്റെ സൈഡിലും തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതല്ലേ അതിൻ്റെ ഒരു ഇത്. അങ്ങനെ നമ്മുടെ ബൺ മസ്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇറാനി ചായ സെറ്റ് ചെയ്യാം. നമുക്ക് പാലിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഉണ്ടാക്കിയ ചായപ്പൊടി മിക്സും ഒഴിച്ചിട്ട് രണ്ടും കൂടി പകുതി ആയിട്ട് ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇറാനി ചായ റെഡി ആയിട്ടുണ്ട്. ചായ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഇനി ഈ സാധനം ഒന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എൻ്റെ ബണ്ണ് കുറച്ച് വലുതായി പോയി, ഇച്ചിരി ചെറുതാണ് കേട്ടോ നല്ലത്. ഇനിയിപ്പോൾ ചായയിൽ മുക്കാൻ എളുപ്പത്തിൽ ഞാൻ നടുകെ മുറിച്ചു. അപ്പോഴും എന്താണ് അവ ചായയിൽ മുക്കാൻ പറ്റണില്ല, കാരണം ഗ്ലാസ് ചെറുതായി പോയി. നിങ്ങൾ എടുക്കുമ്പോൾ നല്ല വായ്വട്ടമുള്ള ഗ്ലാസ് എടുക്കാൻ ശ്രമിക്കാം. നമ്മളെ ക്രീം ബണ്ണില്ലേ, ക്രീം ബണ്ണ്, അതിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെയാണ്. ചായയിൽ മുക്കുമ്പം ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ്. സംഭവമൊക്കെ കൊള്ളാം, പക്ഷെ നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാനൊന്നും തോന്നൂല. എൻ്റെ മാത്രം ഒപ്പീനിയൻ ആണ്. അപ്പം ബൈ.